മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാര നിറവിലാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഒരു ചെറിയ ചിത്രത്തിന് ലഭിച്ച വലിയ വിജയമാണിത്. തിയേറ്ററിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ നിരാശയുണ്ട്. അവാർഡ് ലഭിച്ചതോടെ കൂടുതൽ ആളുകൾ കാണുമെന്നത് പ്രതീക്ഷയാണ്. സംസ്ഥാന അവാർഡ് പുരസ്കാര വേദിയിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചത് മറ്റൊരു അവാർഡിന് തുല്യമായിരുന്നുവെന്നും ഫാസിൽ മുഹമ്മദ് പറഞ്ഞു. മലയാളത്തെ ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ. നമുക്കൊപ്പം സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെ ചേരുന്നു. വ്യത്യസ്തമായ ഒരു പ്രമേയം, ഈ രീതിയിലും കഥ പറയാവോ എന്നെല്ലാം ചോദിച്ചൊരിടത്തു നിന്നാണ് വലിയ വിജയങ്ങളിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായി ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ചെറിയ സിനിമക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങൾ ആണ് ഭയങ്കര സന്തോഷം. ഇത് ഒരു പ്രമേയം, അത് ഏറ്റവും പുതുമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ എവിടെയാണ് ഒരു പുതുമുഖ സംവിധായകൻ വെല്ലുവിളി നേരിടുന്നത്? കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചിന്താഗതിയും. ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക, പിന്നെ അഭിനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അഭിനയത്തിലൊരു വ്യത്യസ്തത കണ്ടെത്തണം, അങ്ങനെയാണ് ഇതൊരു നമ്മളൊരു മാർക്കായിട്ട് മാറുക എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പിന്നെ പൊന്നാനി പോലത്തെ സ്ഥലം അതിനെ ഹെൽപ്പ് ചെയ്ത്. അവിടുത്തെ ആ ഏരിയ സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ് പൊന്നാനി. അപ്പോൾ അവിടെ ആ മേഖലകളിൽ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തപ്പോൾ എല്ലാത്തിനും മൊത്തത്തിലൊരു പുതുമ വന്നു. പിന്നെ പുതിയ ആളുകളായിരുന്നു അഭിനയിച്ചത്, പുതിയ ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. അങ്ങനെ കുറെ കൂടി ഈ വഴിയിലേക്ക് വരുന്നവർക്ക് കുറെ കൂടി കോൺഫിഡൻസ് ഈ ഫെമിനിച്ചി ഫാത്തിമയിലൂടെ അല്ലെങ്കിൽ ഫാസിൽ മുഹമ്മദിലൂടെ ലഭിക്കുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? തീർച്ചയായും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറയും, നിങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ. ചില ആൾക്കാർ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് പോയി, എന്തിനാ അങ്ങനെ നിൽക്കുന്നത്, ഞാൻ ചെയ്തില്ല ഫാത്തി, അതുപോലെ സിനിമ ചെയ്യും, അത് വർക്കാവും, ഇപ്പം നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പോൾ ഇനി വരുന്ന സിനിമക്കാരുടെ കഥയെ പറയുള്ളൂ സംവിധായകരുടെ അടുത്ത്. വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക, ചെറിയ ഇതുപോലെ നല്ല കഥകൾ കണ്ടുപിടിക്കുക, സിനിമ ചെയ്യുക. അപ്പം അതിന് തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിൽ ഉണ്ട്. പേരിൽ ആദ്യം ഒരു വിമർശനമൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു, പക്ഷെ പിന്നീട് അത് ഇല്ലാതാവുന്നു. IFFKയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തിയേറ്ററിൽ അധികം പ്രേക്ഷകർ വന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനുണ്ട്. അപ്പം ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചത് മലയാള സിനിമയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ പുതുമുഖ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി, നല്ല കണ്ടന്റ് കാണാൻ തിയേറ്ററിൽ ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്രതീക്ഷക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. FIR ആണ് ചെയ്തത്, അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു നമ്മളെ ഭയങ്കരമായിട്ട്. അതാണ് നമുക്ക് കൂടുതൽ തിയേറ്ററിൽ എത്താനായിട്ടും പിന്നെ കൂടുതൽ ആളുകളിലോട്ട് അത് സ്പ്രെഡാക്കാനൊക്കെ FIR ആണ് ഹെൽപ്പ് ചെയ്തത്. ഈ കഥയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസരങ്ങളിലെല്ലാം തമിഴ്നാട്ടിലും അവിടെയെല്ലാം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നിടത്തു നിന്നാണ് നമ്മളിവിടെ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും മറ്റേ അത് ആ രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ മാറ്റങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. അതെ, മാറ്റങ്ങൾ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഇനി ഇതുപോലെ സിനിമകൾ സംഭവിക്കും മലയാളത്തിൽ പ്രതീക്ഷ തന്നെ. ഇതിപ്പോൾ ഒരു പുരസ്കാര വേദിയിൽ മമ്മൂട്ടി അടക്കം അദ്ദേഹം പറയുന്നുണ്ട്, പരാമർശിച്ചു പോകുന്നുണ്ടായി. അതൊരു അവാർഡിന് തുല്യമായ രീതിയിൽ തന്നെ. ഞാനന്ന് പറയാറുണ്ട്, എനിക്കന്ന് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് ഫാത്തിമയും കിട്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ വാക്കുകൾക്കും അത് ഞാൻ അവാർഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ സിനിമകൾ സംഭവിക്കണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞത്. അതിന് അംഗീകാരങ്ങൾ കിട്ടും. എന്തായാലും തുടർച്ചകൾ ഉണ്ടാകട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. ഏതായാലും ദേശീയ അവാർഡിന്റെ അടക്കമുള്ള തിളക്കത്തിൽ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയും ഫാസിൽ മുഹമ്മദും. കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.